എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, പ്രശാന്തേട്ടന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. അല്ല, പ്രശാന്തിനെ എല്ലാവർക്കും അറിയാം. അതെ, എല്ലാവർക്കും അറിയാതാണ്. അപ്പൊ പ്രശാന്തേട്ടനാണ് നമ്മളോട് ഇന്ന് ഇവിടെ സ്റ്റേജ് അടിപൊളിയാക്കാൻ പോകുന്നത്. വോയിസുകളാണോ എടുക്കുന്നത്, സ്പോട്ട് ഡബ് ആണോ, എന്തൊക്കെയാണ് പരിപാടീസ്? ഒരു 4 ലൈവ് സ്റ്റാർ ഉണ്ട്, ലൈവ് വോയിസ് ചെയ്യുന്നുണ്ട്, ഒരു 4 സ്പോട്ട് ഡബും. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ പെർഫോമൻസിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. ആരുടെ വോയിസ് ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്? ആദ്യം ചെയ്യുന്നത് പത്മശ്രീ ജയറാമിന്റെ വോയിസാണ്. ഓക്കെ, കേൾക്കാം. അയ്യോ, ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? ഒന്നെഴുന്നേറ്റ് പോടി ഇവിടുന്ന്. അവിടെ അമ്മുമ്മയുടെ 5 കസിൻസ് നല്ലിയ റാവത്ത് ഉപ്പുറമുത് മാടിക്കൊണ്ട് താത്തന്ത് പേഴ്സണൽ ആസ്തിയല്ല നിന്നെ സിസ്റ്റേ. മനസ്സിലായ ഡെന്നീസേ? 5 ഏതെങ്കിലും ഒരു കുരിശിനെടുത്ത് ഒളത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പരട്ടക്കളവന്റെ കംപ്ലീറ്റ് സ്വത്ത് എനിക്കാണെന്ന് ഇതൊക്കെ മനസ്സിലാക്കി വണ്ടി ഡെന്നീസേ. ആദ്യത്തെ തന്നെ സൂപ്പർ ആക്കി. ഒരു വോയിസും കൂടെ നമുക്ക് കേൾക്കണം. അടുത്തത് ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ വോയിസ്. ഓക്കെ, അത് ശരി. അപ്പൊ നിനക്ക് മലയാളം അറിയാം, നിനക്ക് ചങ്ങമ്പുഴ അറിയാം, നിനക്ക് രമണൻ അറിയാം, നിനക്ക് അരമനാദി എന്നുള്ള വാക്കും അറിയാം. ആൾറെഡി നിനക്കറിയാം. ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്കൊന്നും പോയില്ലാത്ത ഞാൻ 1980 മുതലുള്ള എല്ലാ ഹിന്ദി പടങ്ങളിലെ പേര് കാണാപ്പാടം പഠിച്ചിട്ടാണ് നിന്റെ പുറകെ പാട്ടും പാടുന്നുള്ളത്. ഈശ്വര, ഈ പഠിത്തം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലേ ഞാൻ ഇന്ന് ഹിന്ദി മുൻഷിയാടി. ഹിന്ദി മുൻഷി നിന്നെ ഞാൻ വെറുതെ ഉള്ളടി. നോർത്തിന്റെ നിനക്കറിയോ, ഞാൻ ഭയങ്കര സംഭവമാണ്. സംഭവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പ്രോഗ്രാം ഇതിനു മുമ്പ് പ്രശാന്തനോട് ചെയ്തിട്ടുണ്ടെങ്കിലും അധികം ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ സംഭവം പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്നുള്ളത്. അതെ, അത് എന്റെ വൈഫിന്റെ സ്കൂളില് അവിടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഓഡീഷൻ പോലെ ഒരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. ഓതറൈസ്ഡ് ആയിട്ട് പോയതാണ്. അങ്ങനെ പോയി പരിചയപ്പെട്ടു. എല്ലാവർക്കും ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും നമ്പർ കൊടുത്തു, കോർഡിനേറ്റേഴ്സ് നമ്പർ കൊടുത്തു. എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്റെ നമ്പറാണ് കൊടുത്തു. അപ്പൊ അങ്ങനെ അത്. ഇപ്പൊ വീട്ടില് വൈഫുണ്ട്, പിള്ളേര്? വൈഫ് 2 കുട്ടികൾ. മോൻ ഇനി 8ാം ക്ലാസ്സിലാണ്, മോള് ഇനി 5ാം ക്ലാസ്സിലാണ്. വൈഫ് ക്ലാസിക്കൽ ഡാൻസറാണ്. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ എന്നോട് സ്കിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ വേദിയിലേക്ക് കൊണ്ടുവന്നു. അടിപൊളി, നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ എന്തായാലും ചേച്ചിയോടും പിള്ളേരോട് അന്വേഷണമൊക്കെ പറയാം. നമുക്ക് ഇനി അടുത്ത പെർഫോമൻസ് അപ്പൊ കേൾക്കാം. ദുൽഖർ സൽമാന്റെ വോയിസ് ചെയ്യാം. ചാർലി എന്നുള്ള ചിത്രത്തിലെ ആ ഒരു ഇൻട്രോ വോയിസ് മറ്റേ ഇതിൽ കേൾക്കില്ലേ, ഫോണിൽ കേൾക്കുന്ന ഒരു ടൈപ്സ് ആണ്. दरिया आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल की खजाने में वो दरिया का नमक. നിങ്ങളിപ്പോ താമസിക്കുന്ന റൂമിൽ പണ്ട് വാർത്തന്റെ ഒരു പാവം ചിഹ്നമായിരുന്നു. ബേജാറാണ്ടിരിക്കുന്നു, വെറുതെ ഖബറാക്കാൻ വേണ്ടി പറഞ്ഞില്ലെന്ന്. എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് തന്നെ ഉണ്ട്. ഈ കാലെല്ലാം കൊണ്ട് എങ്ങോട്ട് പോവുക, അതേ കയറി ഞാനും. സോ വി വിൽ മീറ്റ് അഗൈൻ, ചാർലി. വാവ്, സൂപ്പർ. ഓക്കേ, നെക്സ്റ്റ്. അടുത്തത് ഷാരൂഖ് ഖാന്റെ വോയിസ് ചെയ്യാം. ഷാരൂഖ് ഖാന്റെ വോയിസ്. കിങ് ഖാൻ, ഷാരൂഖ് ഖാൻ. മിസ്റ്റർ ദുർഗേശ്വര ആസീസ് സർ സർ कंबन गांव के सबसे इम्पोर्टेंट मैन पेरिया ताले. आप अपने बेटी से प्यार नहीं करते? ऐसा कोई बात होता है क्या? ही पड़ी हो अपन हीर पर हाँ मिस्टर तंगबली, आपने मुझे क्या बोला था? हाँ, हुईरोड़ा बंदनी, हुईरोड़ा पाका माटे, हिंगे गिरने बेटी पीस पीस आकी पासल अनपुर है ना. सारी दुनिया से लड़ूंगा आज मैं तुझसे भी कहूँ कि I too love her too, मेरा माँ I too love you. അടിപൊളി, സൂപ്പർ. ഇത്രയാണ് ലൈവ് വോയിസ് ചെയ്യുന്നത്. എനിക്ക് നീ കേൾക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. സ്പോട്ട് അപ്പ് ഉണ്ട്, നമുക്ക് സ്പോട്ട് പോവാം. പൊളിക്കും നമ്മള്. താങ്ക് യു. ഓക്കെ, ഇവിടെയാണ് സ്പോട്ട് കേട്ടോ. എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. ഒരു കോമൺ മാന്റെ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച കുട്ടി വരണം എന്നൊക്കെയുള്ളൂ. ജസ്റ്റ് തിങ്ക് ആൻഡ് റിലാക്സ് ആൻഡ് ലെറ്റ് മീ നോ ദ ഡീറ്റെയിൽസ്. ഗ്രഹണം ബാധിച്ചിരുന്നാലും അതിനൊരു സമയം. സൂര്യൻ ആ കറുത്ത മറുവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വയ്ക്കാം, വളച്ചൊരിക്കാം. പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പരിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is question becoming an officer. I pity you for the dirty game you have played in this case. That if a manipulator, a police officer is supposed to be the watchdog of the justice and the servant of the society. But instead, you behave like a barking mad dog to wreak vengeance against a family enemy, a law-abiding citizen and an ex-judicial officer who always gave a predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you're ashamed to the
total police force of the country, Your Honor. That's all. No! Relax! All right! It's all right! ஆரம்பிக்கலாமா? That's a freaking rule in this jungle. எவன் பசியோட இருக்கானோ அவனை தடுக்க முடியாது. திரும்ப ஆரம்பிக்கிற ஸ்கிராட்ச்ல இருந்து நாளைக்கு day 1. ஆனா அதுக்கு முன்னாடி that's a boundary. அவருக்கு தலைவன் கொண்டு வரானோ அவருக்கு லைஃப் டைம் செட்டில்மெண்டா. இந்த காட்டில் விடையல் எங்கே எப்போ முடிவு பண்றது இயற்கை இல்லை. நான் சாகரனுக்கு முன்னாடி ஒரு விஷயத்தை கேட்டுட்டு சாவு. சத்து போனவன் பேரு பிரபஞ்சன், பெத்தவனோட பேரு விக்ரம். அதுல எந்த குழப்பமும் வேணாம். വാവ് സൂപ്പർ. ഞാൻ മാസ്റ്റേഴ്സിനോട് ചോദിക്കാൻ പോവാണ്. സ്റ്റാർട്ടിങ് വിത്ത് നാദിക. പ്രശാന്തനിലെ ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഇനി ഇവിടെ നിന്നിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ പൊക്കി പറയേണ്ട കാര്യമില്ല. കാരണം പ്രൂവ് ചെയ്താണ് ആർട്ടിസ്റ്റാണ്. സാധാരണഗതിയിൽ വന്ന് ഗംഭീരമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് നമ്മൾ സാധാരണ പറയും. അന്നത്തെ ടോട്ടൽ പ്രോഗ്രാം ഗംഭീരമായിരുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ന പാട്ട് അത് ഗംഭീരമായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാം നന്നായിരുന്നു. താങ്ക് യു. സാധാരണ പോലെ എപ്പോഴും പോലെ എന്നത്തെയും പോലെ പ്രശാന്ത് ഇന്നും ഞെട്ടിച്ചു. ഓൾ ദി വെരി താങ്ക് യു. താങ്ക് യു. പറ്റു ചേട്ടാ. പ്രശാന്ത് എപ്പോഴത്തെ പോലെയും പൊളിച്ചടിക്കണം. താങ്ക് യു. 4 ആർട്ടിസ്റ്റുകൾ, അത് 4 പക്ക. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോട്ടപ്പ്. പ്രശാന്തിൻ്റെ ശബ്ദം ഭയങ്കര ഡെപ്തുള്ള വോയിസാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് പ്രശാന്തിനെ അറിയാം. പ്രശാന്ത് നന്നായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് ലെവലാണെങ്കിൽ അങ്ങനെ, അനൗൺസിങ് ആണെങ്കിൽ അങ്ങനെ, കംപ്ലീറ്റ് മിമിക്രിക്കാരെന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സംഗതികളും മിമിക്രിയുടെ ഫുൾ പാക്കേജാണ്. ഫുൾ പാക്കേജ്. അനുകരണത്തിൻ്റെ എല്ലാ മേഖലയും തമാശ ആണെങ്കിൽ എല്ലാം കൈകാര്യം. ഇനിയിപ്പോൾ അടുത്ത് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു കോമഡി സ്കിറ്റ് പ്രശാന്തിൻ്റെ വരുന്നുണ്ട്. വരട്ടെ, അതാണ് വേണ്ടത്. അസാധ്യം. താങ്ക് യു. ദേവി ചേച്ചി. ഒന്നും പറയാനില്ല, എല്ലാം നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പരിണാമങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു ഫീൽഡാണ് മിമിക്രി അല്ലേ? കേക്ക് തുടക്കം തൊട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടുന്ന് കഴിഞ്ഞിട്ട് തുടക്കം തൊട്ടൊക്കെ വേറെ ആൾക്കാരാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് മിമിക്രിയുടെ പരിണാമ സിദ്ധാന്തത്തിലേക്ക് കയറുവാണോ? അല്ല, ഇത് ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ആദ്യ മനുഷ്യനായിട്ടാണ് എന്നെ ഇപ്പൊ ഇരിക്കുന്നതില് തീർച്ചയായിട്ടും സീനിയർ ഇവിടെ വരുന്നവരെല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നത്. ഞങ്ങളൊക്കെ ഫാൻസ് ആണ്. അപ്പം ഇക്ക ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. കാരണം തുടക്കത്തിൽ വെറുതെ ഒരു ശബ്ദം അനുകരിക്കയിൽ നിന്ന് ഇപ്പൊ സ്പോട്ട് ഡബ് കഴിഞ്ഞു, ഓരോ കാരിക്കേച്ചർ വരുന്നു, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളതൊക്കെ അവിടെ സ്റ്റക്കാണ്. അത് സ്പോട്ട് ഡബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇമിറ്റേഷൻ ആയിക്കോട്ടെ, ഒരു കാരിക്കേച്ചർ ചെയ്യുന്നതായിക്കോട്ടെ, ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, ഫിഗർ ആയിക്കോട്ടെ, എല്ലാം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒക്കെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പ്രശാന്ത് ഏട്ടനൊക്കെ റേറ്റിംഗ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളത്, പക്ഷെ ഇതിന്റെ ഒരു ആചാരപ്രകാരം അതാണ് ശരിയാണ്. പ്രശാന്തിനൊന്നും അല്ലെ, പ്രശാന്തിനെ പോലെ തെളിയിച്ച ആർട്ടിസ്റ്റിന് റേറ്റിംഗ് ഒന്നും കൊടുക്കേണ്ടതായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ഔപചാരികതയുടെ പേരിൽ പ്രശാന്തിന്റെ റേറ്റിംഗ് പറഞ്ഞോടാ പറഞ്ഞു. അതായത് പ്രശാന്തിൽ നിന്ന് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതെ, പ്രശാന്തിന് ഒരു എഡ്ജ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് കിട്ടി. അപ്പൊ അതുകൊണ്ട് പ്രശാന്ത് ഇനി ഒരു വരവ് കൂടി വരണം. അതിനു വേണ്ടിട്ട് 4 സ്റ്റാർ. ആണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്.